അങ്ങനെ കേരളത്തിലെ സ്കൂളുകളിൽ റോബോട്ടിക് ലാബുകൾ വരികയാണ്. വിദ്യാർത്ഥികളുടെ അറിവും കഴിവും വികസിപ്പിക്കുന്നതിനുള്ള നൂതന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന സംവിധാനമാണ് റോബോട്ടിക് ലാബുകൾ. ഡിസംബർ മുതൽ കേരളത്തിലെ 2000 ഹൈസ്കൂളുകളിൽ ഇത് സജ്ജമാകും. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 12 ലക്ഷം വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകും. വിദ്യാർത്ഥികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനും സാങ്കേതിക മേഖലയിലെ അടിസ്ഥാന നൈപുണ്യം ഉറപ്പാക്കുന്നതിനുമാണ് കൈറ്റിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഡിസംബർ 8-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. റോബോട്ടിക്സ് മേഖലയിൽ പരിശീലനം നൽകുന്നതിന് 2000 ഹൈസ്കൂളുകൾക്ക് 9000 റോബോട്ടിക്സ് പരിശീലന കിറ്റുകൾ വിതരണം ചെയ്യും. തിരഞ്ഞെടുത്ത 60000 വിദ്യാർത്ഥികൾക്ക് 4000 കൈറ്റ് മാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ നേരിട്ട് പരിശീലനം നൽകും. പരിശീലനം ലഭിച്ച കുട്ടികൾ മറ്റു വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുന്ന രീതിയിലാണ് പരിശീലന പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്. ട്രാഫിക് സിഗ്നൽ, പ്രകാശത്തെ സെൻസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്, ഇലക്ട്രോണിക് ഡയസ്, ഓട്ടോമാറ്റിക് ഡോർ, സെക്യൂരിറ്റി അലാം തുടങ്ങിയ ഉപകരണങ്ങൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, ശബ്ദ നിയന്ത്രിത ഹോം ഓട്ടോമേഷൻ, കാഴ്ചശക്തി ഇല്ലാത്തവർക്കുള്ള വാക്കിംഗ് സ്റ്റിക്ക് തുടങ്ങിയ ഉപകരണങ്ങൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ സബ് ജില്ലാ, ജില്ലാ തലത്തിലും കുട്ടികൾ പരിശീലിക്കുന്നു. ഇതോടൊപ്പം സ്ക്രാച്ച് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ഗെയിം തയ്യാറാക്കൽ, മൊബൈൽ ആപ്പ് നിർമ്മിക്കൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തനങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ പരിശീലിക്കുന്നുണ്ട്. ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയിലെ പ്രധാന പരിശീലന മേഖലയാണ് റോബോട്ടിക്സ്. ഈ മേഖലയിലെ പരിശീലനം വഴി റോബോട്ടിക്സ്, IoT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള പുത്തൻ സാങ്കേതിക മേഖലകളിൽ പ്രായോഗിക പരിശീലനം നേടുന്നതിന് പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. ഇത്തരം നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ആവിഷ്കരിക്കുന്നതിലൂടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിപ്പുണ്ടാക്കാനും പഠനരീതിയിൽ വലിയ മാറ്റമുണ്ടാക്കാനും കാരണമാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. താങ്ക് യു.